വെൽക്കം ടു ദ വീഡിയോ. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് +1 ഫിസിക്സിലെ തന്നെ 6ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള വർക്ക് എനർജി പവർ ആണ്. അപ്പൊ നമുക്ക് ആദ്യം നോക്കാം എന്താണ് വർക്ക്. വർക്ക് ഈസ് ഡിഫൈൻഡ് ആസ് ദ പ്രോഡക്റ്റ് ഓഫ് ദ ഡിസ്പ്ലേസ്മെന്റ് and the component of force which is in the direction and magnitude of the displacement. അപ്പൊ ഇതാണ് നമ്മളുടെ ഒരു ഡെഫിനിഷൻ ആയിട്ട് നമ്മൾ പറയേണ്ടത്. അത് എന്താണെന്ന് നമുക്ക് നോക്കാം. അതായത് എന്റെ കയ്യിൽ ഒരു ഒബ്ജക്റ്റ് ഉണ്ട്. ഈ ഒബ്ജക്റ്റിൽ ഞാൻ ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യുകയാണ്. ഓക്കെ, ആ ഫോഴ്സിനനുസരിച്ച് ഇതിന് എന്തുണ്ടാകുന്നു, ഈ വസ്തുവിന് എന്തുണ്ടാകുന്നു, ഒരു സ്ഥാനമാറ്റം അല്ലെങ്കിൽ ഒരു ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാകുന്നു. ഇപ്പൊ പോസിറ്റീവ് എക്സ് ഡയറക്ഷനിലാണ്, അതായത് എക്സ് ആക്സിന്റെ ആ ഡയറക്ഷനിലാണ് അതിന് സ്ഥാനാന്തരണം അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാവുന്നത്. അപ്പോ ഇതിന് ഞാൻ പക്ഷെ ബലം കൊടുക്കുന്നത് ഏതാണ്, തീറ്റ ആംഗിൾ ആണ് ഇത് തീറ്റ. അതായത് നമ്മുടെ ഡിസ്പ്ലേസ്മെന്റും ഫോഴ്സും തമ്മിലുള്ള ആംഗിൾ ആണ് എന്ത്, തീറ്റ. അപ്പൊ നിങ്ങൾക്കറിയാം ഒരു വെക്ടർ ഒരു ആംഗിൾ മേക്ക് ചെയ്ത് വരികയാണെങ്കിൽ നമുക്ക് അതിന് എന്ത് ചെയ്യാം, ആക്സിസ് വെച്ചുകൊണ്ട് രണ്ട് കമ്പോണന്റ് ആയിട്ട് മാറ്റാം. ഏതൊക്കെ കമ്പോണന്റ് ആണ്, cos component, that is f cos theta and f sin theta. അല്ലെ, ഇവിടെ ഡിസ്പ്ലേസ്മെന്റ് ഡയറക്ഷൻ, അതായത് ഇവിടെ സ്ഥാനാന്തരണം നടക്കുന്നത് ഏത് ദിശയിലാണ്, ഈ ദിശയിലാണ് അല്ലെ, അതായത് എക്സ് ആക്സിസിന്റെ ദിശയിലാണ്. അപ്പൊ ആ ഡിസ്പ്ലേസ്മെന്റ് നമുക്ക് ഡി എന്ന് കൊടുക്കാം. അപ്പൊ നമുക്ക് പറയാം ഈ ബലം, അതായത് ഞാൻ കൊടുക്കുന്ന എഫ് എന്ന് പറയുന്ന ബലം ഈ വസ്തുവിൽ ചെയ്യുന്ന വർക്ക് W ആണെങ്കിൽ വിച്ച് ഇസ് ഈക്വൽ ടു ദ പ്രോഡക്റ്റ് ഓഫ് ഡിസ്പ്ലേസ്മെന്റിന്റെയും പിന്നെ എന്തിന്റെയുമാണ്, the component of force which is in the direction of displacement and the magnitude of the displacement. അതായത് നമ്മളുടെ ഡിസ്പ്ലേസ്മെന്റ് ഇൻറ്റു ഫോഴ്സ്. ഏത് ഫോഴ്സ് ആണ്, ഈ ഡിസ്പ്ലേസ്മെന്റ് അതേ ഡയറക്ഷനിലും അതേ മാഗ്നിറ്റ്യൂഡിന്റെ ഡയറക്ഷനിലുമുള്ള ഫോഴ്സ്. അതേതാണ്, എഫ് കോസ് തീറ്റ. അപ്പൊ നമുക്ക് എഴുതാം എഫ് കോസ് തീറ്റ. അതായത് ഇതെന്താണെന്ന് മനസ്സിലായല്ലോ നിങ്ങൾക്ക്. അതായത് നമ്മുടെ ഡിസ്പ്ലേസ്മെന്റിന്റെ ഡയറക്ഷനിലും മാഗ്നിറ്റ്യൂഡ്, കാരണം ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു വെക്ടർ ആണ് അല്ലെ. അപ്പൊ അതിന്റെ തന്നെ ദിശയിലും അതേ ദിശയിലും, അതായത് ഡിസ്പ്ലേസ്മെന്റിന്റെ ഡയറക്ഷനിലും അതുപോലെ തന്നെ ഡിസ്പ്ലേസിന്റെ മാഗ്നിറ്റ്യൂഡും അത് രണ്ടിനും സെയിം ഡയറക്ഷനിലുള്ള ഫോഴ്സിന്റെ കമ്പോണന്റ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ്. അപ്പൊ നമുക്ക് എന്ത് എഴുതാം, എഫ് കോസ് തീറ്റ ഇൻറ്റു ഡി. അപ്പൊ എഫ് ഡി കോസ് തീറ്റ എന്ന് എഴുതാം. ദാറ്റ് ഈസ് എഫ് ഡോട്ട് ഡി. ഓക്കെ, അപ്പൊ ഇതാണ് വർക്ക് എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ. വർക്കിന്റെ യൂണിറ്റ് എന്താണ്, നിങ്ങൾ പണ്ട് പഠിച്ചിട്ടുണ്ട്, ജൂൾ തന്നെയാണ് വർക്കിന്റെ യൂണിറ്റ്. അതിന്റെ ഡയമെൻഷൻ ഫോർമുല എന്താണ്, mL²T⁻². അല്ലെ, ജൂൾ ആണ് അതിന്റെ യൂണിറ്റ്. അതുപോലെ തന്നെ വർക്ക് എന്ന് പറയുന്നത് എന്താണ്, വെക്ടർ ആണോ സ്കെയിലാർ ആണോ. ഇവിടെ ഡോട്ട് പ്രോഡക്റ്റ് ആയതുകൊണ്ട് ഒബ്വിയസ്ലി അത് എന്ത് തന്നെ ആയിരിക്കും, സ്കെയിലാർ ക്വാണ്ടിറ്റി ആയിരിക്കും. സ്കെയിലാർ എന്താണെന്ന് അറിയാലോ, ഒരു ക്വാണ്ടിറ്റി, ഏതൊരു ഫിസിക്കൽ ക്വാണ്ടിറ്റിക്കും ഡയറക്ഷൻ ഇല്ലാതെ മാഗ്നിറ്റ്യൂഡ് മാത്രമേ ഉള്ളെങ്കിൽ അതിന് നമുക്ക് എന്തെന്ന് പറയാം, സ്കെയിലാർ എന്ന് പറയാം. ഡയറക്ഷനും മാഗ്നിറ്റ്യൂഡ് ഉള്ളതിന് നമുക്ക് എന്തെന്ന് പറയാം, വെക്ടർ എന്നും പറയാം. അപ്പൊ ഇത്രയും ക്ലിയർ ആണല്ലോ. ഇനി നമുക്ക് നോക്കേണ്ടത് എന്താണ് എനർജി. എന്താണ് എനർജി? അപ്പൊ എനർജി എന്താണെന്ന് നമുക്ക് നോക്കാം. ഇപ്പൊ എനിക്ക് നല്ല എനർജി ഉണ്ട് എന്ന് വെച്ചാൽ എന്താണ്, നമുക്ക് എനിക്ക് ഇപ്പൊ നല്ല എനർജറ്റിക് ആയിട്ട് ഞാൻ ഇരിക്കണം, അപ്പൊ നമുക്ക് പോയി കളിക്കാം എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് നല്ല എനർജി ഉണ്ട് എന്ന് വെച്ചാൽ എന്താണ്, നമുക്ക് വർക്ക് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. അപ്പൊ എന്താണ് എനർജി? നമുക്കൊരു പ്രവൃത്തി ചെയ്യാനുള്ള നമ്മുടെ കഴിവിനെയാണ് എന്തെന്ന് പറയുന്നത്, എനർജി എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ. അപ്പൊ നമുക്ക് വർക്ക് ചെയ്യാനുള്ള കഴിവിനെയാണ് എന്തെന്ന് പറയുന്നത്, എനർജി. ദ എബിലിറ്റി ഓർ ദ കപ്പാസിറ്റി ഓഫ് എ ബോഡി ടു ഡു വർക്ക് ഈസ് കോൾഡ് എനർജി. അപ്പൊ എനർജി എന്താണെന്ന് മനസ്സിലായല്ലോ. എനർജി പല തരത്തിലുണ്ട്. നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും, കൈനറ്റിക് എനർജി, പൊട്ടൻഷ്യൽ എനർജി, അല്ലെ, ഇലക്ട്രോമാഗ്നറ്റിക് എനർജി, തെർമൽ എനർജി, അങ്ങനെ ഒരുപാട് എനർജി ഉണ്ട്. ഇതിനകത്ത് നമുക്ക് കൈനറ്റിക് എനർജി എന്താണെന്ന് നോക്കാം. കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് ഒരു ഒബ്ജക്റ്റ് മൂവ് ചെയ്യുമ്പോൾ അതിന് കിട്ടുന്ന എനർജിയാണ് എന്ത്, കൈനറ്റിക് എനർജി. നമുക്ക് സിമ്പിൾ ആയിട്ട് അങ്ങനെ തന്നെ പറയാം. ദ എനർജി പൊസസ്ഡ് ബൈ ആൻ ഒബ്ജക്ട് വെൻ ഇറ്റ് ഈസ് ഇൻ മോഷൻ, അല്ലെങ്കിൽ വിർച്യൂ ഓഫ് ഇറ്റ്സ് മോഷൻ. നമുക്ക് കൈനറ്റിക് എനർജിയുടെ എക്സ്പ്രഷൻ ആണ് നോക്കേണ്ടത്. അപ്പൊ കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു ഒബ്ജക്റ്റ് അത് മോഷനിലായിരിക്കുമ്പോൾ അതിന് ഉണ്ടാവുന്ന എനർജിയാണ് എന്തെന്ന് പറയുന്നത്, അതിന് പൊസസ് ചെയ്യുന്ന എനർജിയാണ് എന്തെന്ന് പറയുന്നത്, കൈനറ്റിക് എനർജി.
അതായത് ഇപ്പൊ ഒരു ഒബ്ജക്റ്റ് ഇവിടെ ഇരിക്കുകയാണ് വിത്ത് നോ വെലോസിറ്റി. ഇപ്പൊ വെലോസിറ്റി ഇല്ലെന്ന് വിചാരിച്ചു, അല്ലെങ്കിൽ ഒരു വെലോസിറ്റി ഉണ്ട്. ആ വെലോസിറ്റി നമുക്ക് മാറ്റണം, വേറൊരു വെലോസിറ്റിയിലോട്ട് ചേഞ്ച് ചെയ്യണം. ഓക്കെ, ഒന്നുകിൽ നമുക്ക് അതിന്റെ വേഗത കൂട്ടണം, അല്ലെങ്കിൽ അതിന്റെ വെലോസിറ്റി കുറയ്ക്കണം. അപ്പൊ എന്തോ ആയിക്കോട്ടെ, ഇപ്പൊ ഞാൻ പറയുന്നു u is equal to 0. ഇനിഷ്യലി 0 വെലോസിറ്റി ഇരിക്കുന്ന ഒരു ഒബ്ജക്റ്റിനെ ഞാൻ എന്താക്കുന്നു, v വെലോസിറ്റിയിലോട്ട് ഞാൻ അതിനെ കൊണ്ടുപോവുകയാണ്. ഓക്കെ, അതിനെ മൂവ് ചെയ്യിക്കുകയാണ്. എങ്കിൽ ഞാൻ അതിൽ കൊടുക്കുന്ന ഫോഴ്സ് F ആണെന്ന് വിചാരിച്ചോ. ഓക്കെ, അപ്പൊ അതിൽ നമ്മൾ ചെയ്യുന്ന വർക്ക് എത്രയായിരിക്കും? W is equal to F into S അല്ലെ? F dot S നമുക്ക് സിംപ്ലി കൊടുക്കാം Fs cos θ. കാരണം നമുക്കറിയാം Fs cos θ ആണ്. ഇവിടെ ഫോഴ്സ് കൊടുക്കുന്ന ഇതേ ഡയറക്ഷനിൽ തന്നെയാണ് എന്തുണ്ടാവുന്നത്, ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാവുന്നത്. അപ്പൊ cos 0 വരും അല്ലെ, θ 0 വരും. അത് എത്രയാണ്? 1 ആണ്. അപ്പൊ Fs എന്ന് കൊടുക്കാം. ഓക്കെ, അപ്പൊ ഫോഴ്സ് എന്ന് പറയുന്നത് എന്താണ്? മാസ് ഇൻറ്റു ആക്സിലറേഷൻ അല്ലെ. എസ് എന്ന് പറയുന്നത് ഡിസ്പ്ലേസ്മെന്റ് തന്നെയാണ്. നമുക്കറിയാം ന്യൂട്ടന്റെ തേർഡ് ഇക്വേഷൻ ഓഫ് മോഷൻ എന്താണ്? v സ്ക്വയർ ഇസ് ഈക്വൽ ടു u സ്ക്വയർ പ്ലസ് 2as. u സ്ക്വയർ എത്രയാണ്? 0 ആണ്, കാരണം u ഇവിടെ 0 അല്ലേ. അപ്പൊ നമുക്ക് എന്ത് എഴുതാം? v സ്ക്വയർ ഇസ് ഈക്വൽ ടു 0 പ്ലസ് 2as, അല്ലെങ്കിൽ s ന് പകരം v സ്ക്വയർ ബൈ 2a എന്ന് കൊടുക്കാം. ഇത് നമ്മൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? m ഇൻറ്റു a ഇൻറ്റു s ന് പകരം v സ്ക്വയർ ബൈ 2a. a ക്യാൻസൽ ആയിപ്പോയി, നമുക്ക് കിട്ടും ഹാഫ് m v സ്ക്വയർ. അപ്പൊ ഈ വർക്ക് ഡൺ ആണ്, ഈ വർക്ക് ഡൺ ബൈ ദ ഫോഴ്സ് ഇൻ ഓർഡർ ടു മൂവ് എന്ത്, ഈ ഒബ്ജക്റ്റിന് u ഇസ് ഈക്വൽ ടു 0, അതായത് ഇനിഷ്യൽ വെലോസിറ്റി 0 ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റിനെ v വെലോസിറ്റിയിൽ മൂവ് ചെയ്യാൻ നമ്മൾ കൊടുക്കുന്ന വർക്ക്, ആ ഫോഴ്സ് ചെയ്യുന്ന വർക്കാണ് അതിന്റെ എന്തായിട്ട് സ്റ്റോർ ചെയ്യുന്നത്? കൈനറ്റിക് എനർജി ആയിട്ട് എന്ത് ചെയ്യുന്നത്? സ്റ്റോർ ചെയ്യുന്നത്. ഓക്കെ, മനസ്സിലായോ? അപ്പൊ ഇതാണ് ഹാഫ് m v സ്ക്വയർ ഇസ് ദ എക്സ്പ്രഷൻ ഫോർ എന്ത്, നമ്മുടെ കൈനറ്റിക് എനർജി. ഇനി നമുക്ക് അടുത്ത് നോക്കേണ്ടത് ദ എക്സ്പ്രഷൻ ഓർ ദ റിലേഷൻ ബിറ്റ്വീൻ കൈനറ്റിക് എനർജി ആൻഡ് മൊമെന്റം. അപ്പൊ കൈനറ്റിക് എനർജിയും മൊമെന്റവും തമ്മിലുള്ള റിലേഷൻ ആണ് നമുക്ക് ഇനി നോക്കേണ്ടത്. നമുക്കറിയാം ഇപ്പൊ കിട്ടിയ എക്സ്പ്രഷൻ കൈനറ്റിക് എനർജി, അല്ലെങ്കിൽ നമുക്ക് എന്ന് കൊടുക്കാം. ഈസ് ഈക്വൽ ടു എന്താണ്? ഹാഫ് m v സ്ക്വയർ അല്ലെ. ഇവിടെ ഞാൻ ഒരു മാസ് കൊണ്ട് ഇതിന്റെ ന്യൂമറേറ്ററിനെ മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഡിനോമിനേറ്ററിലും അത് കൊടുക്കണം. അപ്പൊ എന്ത് കിട്ടും? ഹാഫ് m സ്ക്വയർ v സ്ക്വയർ ഡിവൈഡഡ് ബൈ m. നമുക്കറിയാം മൊമെന്റം p is equal to mv അല്ലേ. അപ്പൊ നമുക്ക് ഇവിടെ എന്ത് കൊടുക്കാം? m സ്ക്വയർ v സ്ക്വയർ എന്ന് പറയുന്നത് p സ്ക്വയർ ആയിരിക്കും അല്ലെ. അപ്പൊ നമുക്ക് p സ്ക്വയർ ഡിവൈഡഡ് ബൈ 2m എന്ന് കൊടുക്കാം. അപ്പൊ കൈനറ്റിക് എനർജി is equal to p സ്ക്വയർ ബൈ 2m. അപ്പൊ നമുക്ക് ഇവിടെ നിന്ന് എന്ത് മനസ്സിലാക്കാം? ഇവിടെ മൊമെന്റം p is equal to 0 ആണെങ്കിൽ കൈനറ്റിക് എനർജി എത്ര ആയിരിക്കും? 0 ആയിരിക്കും. അതുപോലെ തന്നെ തിരിച്ചും അല്ലെ, കൈനറ്റിക് എനർജി 0 ആണെങ്കിൽ മൊമെന്റം എന്ത് തന്നെ ആയിരിക്കും? 0 ആയിരിക്കും. ഓക്കെ, ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റിലേഷൻ ആണ്. നമുക്ക് ഇത് വെച്ച് പ്രോബ്ലംസ് ഒക്കെ ചെയ്യാറുണ്ട്. ഓക്കെ, ഇപ്പൊ ഞാൻ പറയാണ് ഒരു ഒബ്ജക്റ്റിന്റെ കൈനറ്റിക് എനർജി E1, അതിന്റെ മൊമെന്റം P1, കൈനറ്റിക് എനർജി E2, P2. ഈ രണ്ട് കേസ് എടുക്കുകയാണ്. E1 കറസ്പോണ്ടിങ് ആയിട്ട് P1, E2 കറസ്പോണ്ടിങ് ആയിട്ട് P2. അപ്പൊ നമുക്ക് ഈ എക്സ്പ്രഷൻ വെച്ച് എങ്ങനെ എഴുതാം? E1 is equal to P1 square by 2m, അതുപോലെ E2 is equal to P2 square by 2m. ഒരേ ഒബ്ജക്റ്റ് തന്നെയാണ്, രണ്ട് കേസസ് എടുക്കണം. E1 കൈനറ്റിക് എനർജി ഉണ്ടായിരുന്ന സമയത്ത് അതിന്റെ മൊമെന്റം P1, E2 കൈനറ്റിക് എനർജി ഉണ്ടായിരുന്ന സമയത്ത് അതിന്റെ മൊമെന്റം P2. അപ്പൊ നമുക്ക് ഇത് ഡിവൈഡ് ചെയ്ത് നോക്കാം. അപ്പൊ E1 by E2 which is equal to എന്ത് വരും? P1 square by P2 square. It is also an important relation. നമുക്കിത് പ്രോബ്ലം ചെയ്യുമ്പോൾ ഞാൻ ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യാം, നിങ്ങൾക്ക് ആലോചിച്ച് വെച്ചിരുന്നാൽ മതി. ഓക്കെ ആണല്ലോ? ഇനി നിങ്ങൾക്ക് എക്സാമിന് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഇമ്പോർട്ടന്റ് ടോപ്പിക് ആണ് വർക്ക് എനർജി തിയറി. എന്താ പ്രൂഫിലോട്ട് പോവാം. വളരെ ഇമ്പോർട്ടന്റ് ആണ്, നിങ്ങൾക്ക് എക്സാമിന് എന്തായാലും ചോദിക്കും. ഫൈനൽ എക്സാമിന് ഷുവർ ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ എടുത്ത് നോക്കുമ്പോൾ നമുക്ക് എല്ലാ ക്വസ്റ്റ്യനിലും കാണാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് എന്താണ് വർക്ക് എനർജി തിയറി. അതായത് ഒരു ഫോഴ്സ് ഒരു ഒബ്ജക്റ്റിനെ ഡിസ്പ്ലേസ് ചെയ്യുന്നു. അപ്പൊ ആ ഡിസ്പ്ലേസ് ചെയ്യുന്ന ആ ഫോഴ്സ് ചെയ്യുന്ന വർക്ക് എന്ന് പറയുന്നത് ആ ഒബ്ജക്റ്റിന്റെ ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജിക്ക് ഈക്വൽ ആയിരിക്കും. മനസ്സിലായോ? അതായത് ഒരു ഒബ്ജക്റ്റ്, ഈ ഒബ്ജക്റ്റ് ഇപ്പൊ മൂവ് ചെയ്യുകയാണോ റെസ്റ്റിലാണോ അതൊന്നും പറയുന്നില്ല, ആ ഒബ്ജക്റ്റ് അവിടെ ഇരിക്കുന്നു. ഞാൻ ഇതിന്റെ ഒരു ഫോഴ്സ് കൊടുക്കുകയാണ്. ഓക്കെ, അപ്പൊ ഞാനൊരു ബലം കൊടുക്കുമ്പോൾ ഇതിന് എന്തുണ്ടാവാം? ഒരു ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാവാം. ആ ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാവുമ്പോൾ ഈ ഫോഴ്സ് എന്ത് ചെയ്യുന്നു? ഒരു വർക്ക് ചെയ്യുന്നു എന്ന് പറയാം. അപ്പൊ ആ വർക്ക് എന്ന് പറയുന്നത് ഈ ഫോഴ്സ് ഈ ഒബ്ജക്റ്റിൽ ചെയ്യുന്ന വർക്ക് എന്ന് പറയുന്നത്
ഈ ഒബ്ജക്റ്റ് ഇവിടെ നിന്ന് വേറൊരു സ്ഥലത്തോട്ട് മാറൂലേ? അപ്പൊ ഇവിടെ ഇതിനൊരു കൈനറ്റിക് എനർജി ഉണ്ടായിരുന്നു, ഇവിടെ ഒരു കൈനറ്റിക് എനർജി ഉണ്ട് അല്ലെ? അപ്പൊ ആ കൈനറ്റിക് എനർജിയുടെ വ്യത്യാസത്തിന് തുല്യമായിരിക്കും എന്ത്? ഈ ബലം ചെയ്യുന്ന പ്രവൃത്തി അല്ലെങ്കിൽ വർക്ക്. പറഞ്ഞു മനസ്സിലായല്ലോ? അപ്പൊ എന്താണ് വർക്ക് എനർജി തിയറം എന്ന് വളരെ സിമ്പിൾ ആണ്, നിങ്ങൾ കേട്ടിരുന്നാൽ തന്നെ മനസ്സിലാവാവുന്നതേ ഉള്ളൂ. എന്താണ് വർക്ക് എനർജി തിയറം? ഒരു ഫോഴ്സ്, ഈ ഫോഴ്സ് എന്ന് പറയുന്നത് ഒരു ഒബ്ജക്റ്റിനെ ഒരു പൊസിഷനിൽ നിന്ന് മറ്റൊരു പൊസിഷനിലോട്ട് മാറ്റുന്നു അല്ലെ? ഒരു പൊസിഷനിൽ നിന്ന് അല്ലെങ്കിൽ ഒരു പ്ലേസിൽ നിന്ന് മറ്റൊരു പ്ലേസിലോട്ട് ഡിസ്പ്ലേസ് ചെയ്യുന്നു. അപ്പൊ ഇതിന് എന്തുണ്ടാവും? ഈ ഒബ്ജക്റ്റിന് എന്തായാലും ഒരു കൈനറ്റിക് എനർജിയുടെ ഡിഫറൻസ് ഉണ്ടാവും. ആ കൈനറ്റിക് എനർജിയുടെ ഡിഫറൻസ് എന്ന് പറയുന്നത് ഏതിന് തുല്യമാണെന്നാണ് പറയുന്നത്? നമ്മളുടെ ഈ ഫോഴ്സ് ചെയ്യുന്ന വർക്കിന് തുല്യമാണ്. അതാണ് എന്ത്? വർക്ക് എനർജി തിയറം. അപ്പൊ തിയറം ചോദിക്കുമ്പോൾ നിങ്ങൾ ഇങ്ങനെ എഴുതിയാൽ മതി. ഇനി അതിന്റെ എന്തുണ്ട്? ഡെറിവേഷൻ ഉണ്ട്. ഞാൻ പറയുകയാണ്, ഇവിടെ നമ്മൾ എടുക്കുന്ന വസ്തുവിന്റെ മാസ് എം ആണ്. എം എന്ന് പറയുന്നത് എന്താണ്? മാസ്. യു എന്തായിരിക്കും? ഇനിഷ്യൽ വെലോസിറ്റി. അതിൽ നമ്മൾ ഫോഴ്സ് കൊടുത്തതിന് ശേഷം അതിന് എന്തുണ്ടാവും? വെലോസിറ്റി വി ആവും. അതിന് നമ്മൾ കൊടുക്കുന്നു ഫൈനൽ വെലോസിറ്റി അല്ലെ? അപ്പൊ ഇനിഷ്യൽ വെലോസിറ്റി ആയി, ഫൈനൽ വെലോസിറ്റി ആയി. എഫ് എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ഫോഴ്സ് അല്ലെ? അപ്പൊ നമുക്ക് എഴുതാം, വർക്ക് ഡൺ ബൈ ദ ഫോഴ്സ് ഇസ് ഈക്വൽ ടു W is equal to F dot ds. ds എന്ന് പറയുന്നത് എന്താണ്? നിങ്ങൾക്ക് മനസ്സിലാവല്ലോ, ഡിസ്പ്ലേസ്മെന്റ് ആണ് ds. ഫോഴ്സും ഡിസ്പ്ലേസ്മെന്റും ഒരേ ഡയറക്ഷനിലാണ്. വെക്ടർ ആയതുകൊണ്ടാണ് വെക്ടർ സൈൻ കൊടുത്തേക്കുന്നത്. രണ്ടും ഒരേ ഡയറക്ഷനിലായിരുന്നു. നമുക്ക് എന്ത് എഴുതാം? എഫ് ഡി എസ് എന്ന് എഴുതാം. ഫോഴ്സ് എന്ന് പറയുന്നത് നമ്മൾ എപ്പോഴും കൊടുക്കുന്ന ഒരേപോലെ തന്നെയാണ്. ഫോഴ്സ് എന്ന് പറയുന്നത് എന്താണ്? എം എ, അതായത് മാസ് ഇൻറ്റു ആക്സിലറേഷൻ ഇൻറ്റു ഡി എസ്. ഓക്കെ, നമുക്കറിയാം ആക്സിലറേഷൻ എ എന്ന് പറയുന്നത് എന്താണ്? dv by dt. That is the rate of change of velocity is the acceleration. അപ്പൊ നമുക്ക് എന്ത് എഴുതാം? m into dv by dt. അതായത് പ്രവേഗത്തിന്റെ നിരക്കിനെയാണ് എന്തെന്ന് പറയുന്നത്? ത്വരണം എന്ന് പറയുന്നത്. അപ്പൊ dv by dt into ds അല്ലെ? നമുക്ക് ഇവിടെ എഴുതാം m into dv into ds by dt. അതായത് ഞാൻ ഈ t അങ്ങ് ഇതിനെ കൊണ്ട് ഇതിന്റെ താഴെ, അതായത് ds ന്റെ താഴെ കിട്ടും. അപ്പൊ നമുക്ക് അവിടെ തന്നെ വേഗം എഴുതാൻ പറ്റും. v is equal to ds by dt. അതായത് സ്ഥാനാന്തരത്തിന്റെ നിരക്കിനെയാണ് എന്തെന്ന് പറയുന്നത്? പ്രവേഗം അല്ലെങ്കിൽ വെലോസിറ്റി എന്ന് പറയുന്നത്. അതായത് വെലോസിറ്റി ഈസ് ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഡിസ്പ്ലേസ്മെന്റ്. ഓക്കെ, അപ്പൊ വെലോസിറ്റി ഈസ് ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഡിസ്പ്ലേസ്മെന്റ്. അപ്പൊ നമുക്ക് അതിന് പകരം ഇവിടെ എന്ത് എഴുതാം? f is equal to m into ds by dt ക്ക് പകരം v into dv. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? mv dv. ഇതാണ് വർക്ക്. ഓക്കെ, മനസ്സിലായല്ലോ? ഡൗട്ട് ഒന്നുമില്ലല്ലോ? പിന്നെ നമ്മൾ ചെയ്യേണ്ടത്, ഈ വർക്ക് എന്ന് പറയുന്നത് എന്താണ്? ഈ ചെറിയ ഡിസ്പ്ലേസ്മെന്റ് വരുത്താനുള്ള വർക്കാണ്. അതുകൊണ്ട് നമുക്ക് അതിന് എന്തെന്ന് കൊടുക്കാം? dw എന്ന് പറയാം. ഓക്കെ, അത് ചെറിയൊരു ഡിസ്പ്ലേസ്മെന്റ്. ds എന്ന് പറഞ്ഞാൽ ചെറിയൊരു ഡിസ്പ്ലേസ്മെന്റ് ആണ്. പക്ഷെ നമുക്ക് ഉണ്ടായ ഡിസ്പ്ലേസ്മെന്റ് വലുതാണ്. ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഇത്രയുള്ള ഡിസ്പ്ലേസ്മെന്റിന്റെ വർക്കാണ് ഇത്രയും. അപ്പൊ നമുക്ക് ടോട്ടൽ വർക്ക് കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ പഴയ പോലെ തന്നെ ഇന്റഗ്രേറ്റ് ചെയ്യും. അപ്പൊ dw ഇന്റഗ്രേഷൻ എന്ന് വെച്ചാൽ വേറൊന്നുമല്ല, നമ്മൾ സം ചെയ്യുന്നു. ഓക്കെ, അതായത് ഇപ്പം ഇത് മുതൽ ഇതുവരെയുള്ള വർക്കാണ് നമ്മൾ കണ്ടുപിടിക്കണമെങ്കിൽ ഇത്രയുള്ള വർക്ക് പ്ലസ് ഈ വർക്ക് പ്ലസ് ഈ വർക്ക് പ്ലസ് ഈ വർക്ക്. അപ്പൊ അങ്ങനെ നമ്മൾ ചെറിയ സ്ട്രിപ്പുകളായിട്ട് എന്ത് കണ്ടുപിടിക്കുന്നു? വർക്ക് കണ്ടുപിടിച്ചിട്ട് അതിന് എല്ലാത്തിനും കൂടെ എന്ത് ചെയ്താൽ മതി? ആഡ് ചെയ്താൽ മതി അല്ലെ? അപ്പൊ നമുക്ക് ഇവിടെ എന്ത് കൊടുക്കാം? dw ഇന്റഗ്രൽ എന്ന് പറയാം. അത് നിങ്ങൾ അടുത്ത വർഷം കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ഇന്റഗ്രൽ mv dv. നമ്മൾ ഏത് മുതൽ ഏത് വരെയാണ് വർക്ക് ചെയ്യുന്നത്? അതായത് u to v. u to v. ഇവിടെ നമ്മൾ കൊടുക്കേണ്ട ആവശ്യമില്ല. u to v. u എന്ന് പറയുന്നത് ഇനിഷ്യൽ വെലോസിറ്റി u, ഫൈനൽ വെലോസിറ്റി v. അപ്പൊ നമുക്ക് എന്ത് എഴുതാം? മാസ് എന്ന് പറയുന്നത് എന്താണ്? ഒരു കോൺസ്റ്റന്റ് ആണ്. അത് നമ്മൾ വെളിയെടുക്കാം. അപ്പൊ എന്ത് വരും? v into dv. u v. ഇതിനാണ് നമ്മൾ പറയുന്നത് ലിമിറ്റ് ഓഫ് ദ ഇന്റഗ്രൽ എന്ന് പറയുന്നത്. അപ്പൊ m into ഇതിനെ v സ്ക്വയർ ബൈ 2. അതായത് നിങ്ങൾ ഇത് പഠിച്ചോണം. ഇന്റഗ്രൽ x dx എന്ന് പറയുന്നത് x സ്ക്വയർ ബൈ 2 ആണ്. ഓക്കെ, x സ്ക്വയർ ബൈ 2. അപ്പൊ നമ്മള് ഇതിനെ ലോവർ ലിമിറ്റ് എന്ന് ഇതിന് അപ്പർ ലിമിറ്റ് എന്ന് പറയാം. അപ്പർ ലിമിറ്റ് ആണ് നമ്മൾ ആദ്യം കൊടുക്കേണ്ടത്. അപ്പൊ എന്ത് വരും? m into എന്ത് വരും? v സ്ക്വയർ ബൈ 2 മൈനസ് m into
യു സ്ക്വയർ ബൈ 2 അല്ലെ? ഇത് ബാക്കിയാ. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? വർക്ക് W is equal, ഇപ്പൊ നമുക്ക് ടോട്ടൽ വർക്കായി എന്നാൽ ക്യാപിറ്റൽ W നമുക്ക് കൊടുക്കാം. വർക്ക് is equal to m into that is half m v square minus half m u square. ഓക്കെ, ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി കാണും. വർക്ക് ഡൺ ബൈ ദ ഫോഴ്സ് ഓൺ ആൻ ഒബ്ജെക്ട് is equal to the change in kinetic energy of the object. അതായത് നിങ്ങൾക്ക് അറിയാം ഇതെന്ന് പറയുന്നത് എന്താണ്? ഈ ഫൈനൽ മൈനസ് ഇത് ഈ ഇനീഷ്യൽ, അതായത് ഇത് ഫൈനൽ കൈനറ്റിക് എനർജി മൈനസ് ഇതെന്താണ്? ഇനീഷ്യൽ കൈനറ്റിക് എനർജി. അത് രണ്ടും കൂടി ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? വർക്ക് ഡൺ ബൈ ദ ഫോഴ്സ്. ഹെൻസ് നമ്മളുടെ എന്ത് വെരിഫൈഡ് ആണ്, അല്ലെങ്കിൽ എന്ത് നമ്മൾ പ്രൂവ് ചെയ്തു? വർക്ക് എനർജി തിയറം നമ്മൾ പ്രൂവ് ചെയ്തു. വളരെ വളരെ ഇമ്പോർട്ടന്റ് ടോപ്പിക് ആണ്. അപ്പൊ നിങ്ങൾ ഇത് നോക്കുക. ഓക്കെ, താങ്ക് യു.